ഈശോമിശിഹായുടെ നാമത്തിൽ ഏവർക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. കൂദാശകളെക്കുറിച്ചുള്ള ഈ ലഘു പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദൃശ്യനായ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യവും രക്ഷാകരവുമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഒറ്റ വാക്കിൽ ഉത്തരം നൽകിയാൽ ക്രിസ്തുവാണ് കൂദാശ. ക്രിസ്തുവാണ് അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയത്. തന്റെ പരസ്യ ജീവിതകാലത്ത് നൽകിയ സൗഖ്യദായകമായ പ്രവൃത്തികൾ യേശുവിന്റെ ശക്തിയാൽ എന്നും തുടർന്നുകൊണ്ടു പോകുവാനാണ് അവിടുന്ന് കൂദാശകൾ സ്ഥാപിച്ചത്. ക്രിസ്തു സ്ഥാപിച്ച കൂദാശകൾ തുടർന്നുകൊണ്ടു പോകുന്നത് സഭയാണ്. കൂദാശകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. പൊന്നുവാവേ തൂമണം തൂകും കുഞ്ഞുവാവേ, അമ്മേ ആദ്യമായി വിളിച്ചില്ലയോ, ആ ദിവ്യ സ്നേഹം നീ അറിഞ്ഞില്ലയോ. അമ്മേ ആദ്യമായി വിളിച്ചില്ലയോ, ആ ദിവ്യ സ്നേഹം നീ അറിഞ്ഞില്ലയോ. പൊന്നുണ്ണി മോനിന്ന് പുണ്യദിനം, ജ്ഞാനസ്നാനം. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ അനുയായികളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമായി മാറുന്നതിനുള്ള മാനദണ്ഡമാണ് ജ്ഞാനസ്നാനം. അനുരഞ്ജനം. ജ്ഞാനസ്നാനം സ്വീകരിച്ചയാൾ തിരിച്ചറിവ് വന്ന ശേഷം ചെയ്തുപോയ പാപങ്ങളെ അനുതാപത്തോടെ ഏറ്റുപറയുകയും ആ പാപങ്ങളിൽ നിന്ന് മോചനവും ദൈവവരപ്രസാദവും നേടുന്നതാണ് അനുരഞ്ജന കൂദാശ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അധികാരമാണ് പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം. ദിവ്യകാരുണ്യം. നമ്മുടെ ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും അടങ്ങിയിരിക്കുന്ന കൂദാശയാണ് ദിവ്യകാരുണ്യം. അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞും വാഴ്ത്തിക്കൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് യേശു പറഞ്ഞ വാക്കുകൾ
ബലിയർപ്പണ സമയത്ത് പുരോഹിതൻ ഉച്ചരിക്കുമ്പോഴാണ് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുന്നത്. ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെന്റെ ഈശോ. ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെന്റെ ഈശോ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവിനെ എന്റെ സ്വന്തമാക്കാൻ. സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഉത്തമ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ സാക്ഷികളുമാക്കി തീർക്കുന്ന കൂദാശയാകുന്നു സ്ഥൈര്യലേപനം. ജ്ഞാനസ്നാനം വഴി നാം സഭയിലെ അംഗങ്ങളാകുന്നു. എന്നാൽ സ്ഥൈര്യലേപനം വഴി നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും ക്രിസ്തുവിൻ്റെ സജീവ സാക്ഷികളുമാകുന്നു. രോഗീലേപനം ഗൗരവതരമായ രോഗത്തിൽ രോഗിയുടെ ആത്മാവിന് നന്മ നൽകുന്നതും ആത്മാവിന് ഉപകരിക്കുന്നതുപോലെ അയാളുടെ ശരീരത്തിന് സുഖം കൊടുക്കുന്നതുമായ കൂദാശയാകുന്നു രോഗീലേപനം. രോഗീലേപന കൂദാശയുടെ ആത്യന്തിക ലക്ഷ്യം ശാരീരിക സൗഖ്യം ലഭ്യമാക്കുകയല്ല. അത് സംഭവിക്കും തീർച്ചയായിട്ടും. എന്നാൽ ഏറ്റവും പ്രധാനം രോഗാവസ്ഥയിൽ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രതികൂല അവസ്ഥയ്ക്കുള്ള പ്രതിവിധിയാണ് രോഗീലേപനം. തിരുകർമ്മങ്ങൾ പരികർമ്മം ചെയ്യുന്നതിന് യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് അവർക്ക് അധികാരവും പ്രസാദപരവും നൽകുന്നതിന് യേശുക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണ് തിരുപ്പട്ടം. അന്ത്യത്താഴ സമയത്ത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് ലൂക്കയുടെ സുവിശേഷം 22 അധ്യായത്തിലെ 19 വാക്യത്തിൽ നാം കാണുന്നത് പോലെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പൗരോഹിത്യ അധികാരങ്ങൾ നൽകി. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ യേശുവിനാൽ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുക. എത്ര സമുന്നതം ഇന്നു പുരോഹിതവർഗം
പൂജിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിലത്ഭുതമാർന്നിടുന്നു. വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിൽ സ്ഥാപിക്കുന്നതും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതുമായ ഒരു ഉടമ്പടിയാണ് വിവാഹം. പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ വച്ച് നടത്തുന്ന വാഗ്ദാനത്തിലൂടെ വിവാഹമെന്ന കൂദാശ സംജാതമാകുന്നു. പുരുഷനും സ്ത്രീയും സ്വതന്ത്ര മനസ്സോടെ ഭയമോ നിർബന്ധമോ കൂടാതെ വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ. മണവാളത്തിലേക്ക് മധുരം കൊടുക്കട്ടെ. കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. മണവാളത്തിലേക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. മണവാളത്തിലേക്ക് മധുരം കൊടുക്കട്ടെ. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. ചേമന്തിച്ചേലം കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പുമില്ല
മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഏതുറക്കത്തിൽ ചോദിച്ചാലും സഭയുടെ കൂദാശകൾ 7 അവയുടെ അർത്ഥം എന്താണെന്നും നാം എപ്പോഴും ഓർത്തിരിക്കണം. മാമോദീസ സ്ഥൈര്യലേപനം കുർബാന കുംഭസാരം രോഗീലേപനം തിരുപ്പട്ടം പുണ്യവിവാഹമതും. മാമോദീസ സ്ഥൈര്യലേപനം കുർബാന കുംഭസാരം രോഗീലേപനം തിരുപ്പട്ടം പുണ്യവിവാഹമതും. 7 കൂദാശകൾ എപ്പോഴും ഓർത്തിടണം. 7 കൂദാശകൾ എപ്പോഴും ഓർത്തിടണം, എപ്പോഴും ഓർത്തിടണം. കുദാശകളെക്കുറിച്ചുള്ള ഈ ലഘു വിവരണം നിങ്ങളുടെ ചർച്ചകളെയും നിങ്ങളുടെ മനസ്സിലാക്കലുകളെയും ഉദ്ദീപിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. കൂദാശകളുടെ വെൺപ്രഭയാലെ വിളങ്ങും നിന്റെ സഭ, ജ്ഞാനത്തിന്റെ പ്രബോധനമേകി ജ്വലിക്കും നിന്റെ സഭ. ദിനസാക്ഷികളുടെ രക്തം വീണു കുതിർന്നു വളർന്ന സഭ, കർത്താവിന്റെ മഹത്വം നിറയും കത്തോലിക്ക സഭ. ഏകമല്ലോ എന്റെ സഭ, പാവനമല്ലോ എന്റെ സഭ, ശ്ലൈഹികമല്ലോ എന്റെ സഭ, സാർവത്രികമാണെന്റെ സഭ. ഏകമല്ലോ എന്റെ സഭ, പാവനമല്ലോ എന്റെ സഭ, ശ്ലൈഹികമല്ലോ എന്റെ സഭ, സാർവത്രികമാണെന്റെ സഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാടെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാടെന്നതിൽ അഭിമാനിക്കും ഞാൻ.